ഉച്ചക്ക് 12 മണിക്ക് ഞാൻ ടൗൺ ഹാളിൽ പ്രസംഗിക്കുമ്പോൾ സ്ത്രീ പുരുഷ സമത്വം അത് ബുദ്ധിരഹിതമാണ്, ബുദ്ധിക്ക് നിരക്കാത്തതാണ്, ഇസ്ലാമിന് നിരക്കാത്തതാണ് എന്ന് പറഞ്ഞിട്ട് വളരെ വിശദമായി ഞാൻ സംസാരിച്ചു. അല്ലാഹു തആല സ്ത്രീകൾക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ വളർത്താൻ പുരുഷനെ കൊണ്ട് കഴിയില്ല, സ്ത്രീകൾ തന്നെ വേണം. ഒരു കുഞ്ഞ് ഉണ്ടായാൽ ഭർത്താവ് ഒന്ന് വാങ്ങി വെക്കാൻ 5 മിനിറ്റ് കഴിയുമ്പോൾ ഓടിക്കാൻ കൊടുക്കും. ഈ കുഞ്ഞിനെ വളർത്താനും കുളിപ്പിക്കാനും മരുന്ന് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും അങ്ങനെ അവരെ ലാളിച്ചു വളർത്താനുള്ള ഏറ്റവും നല്ല സ്വഭാവവും ക്ഷമയും ഉള്ള ഉന്നതമായ സ്ഥാനം സ്ത്രീകൾക്ക് ഉണ്ട്. ഇത് പുരുഷനില്ല. അതിന് പുരുഷനില്ല എന്ന് പറയുമ്പോൾ പുരുഷൻ ദേഷ്യം പിടിക്കേണ്ടതില്ല, അത് പുരുഷനില്ല തന്നെ, സ്ത്രീക്കുള്ളതാണ്. അതുപോലെ ഒരു ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭർത്താവിന്റെ വിഷമവും ഭർത്താവിന്റെ ബുദ്ധിമുട്ടും കണ്ട് അവരെ സമാശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന പുഞ്ചിരിക്കുന്ന സ്ത്രീ അവർ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടതാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ഭർത്താക്കന്മാരെ സമാശ്വസിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന ഒരവസ്ഥ അത് സ്ത്രീകൾക്കുള്ളതാണ്, അത് പുരുഷനില്ല. അങ്ങനെ തുടങ്ങി സ്ത്രീകൾക്ക് ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട്. അതേ സമയത്ത് ധീരതയും ധൈര്യവും മനക്കരുത്തും പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് എത്രയെത്ര വലിയ വലിയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെയൊന്നും സ്ത്രീകൾ ഇല്ല, അവിടെയൊന്നും സ്ത്രീകൾ ഇല്ല. വലിയ വലിയ ഡോക്ടർമാർ ഹെഡ് ഓപ്പറേഷൻ ചെയ്യുന്ന, ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന എത്രയോ ഡോക്ടർമാരുണ്ട്. സ്ത്രീകൾ ഒറ്റയ്ക്ക് അത് ചെയ്തതായി ഇന്ന് വരെ അറിയപ്പെട്ടിട്ടില്ല. ഒരു സ്ത്രീ ഡോക്ടർ ഒറ്റയ്ക്ക് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തതായി ഇന്ന് വരെ അറിയപ്പെട്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ 1000-ലൊന്നോ 5000-ലൊന്നോ ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ സ്ത്രീകൾക്ക് ചില പ്രത്യേകതയുണ്ട്, പുരുഷന്മാർക്ക് ചില പ്രത്യേകതയുണ്ട് എന്ന് വിശദമായി ഞാൻ സംസാരിച്ചിട്ട് ഇന്നത്തെ ചാനലുകളിൽ ചില ചാനലുകാർ പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ മാത്രമേ കൈകൊള്ളൂ കാന്തപുരം പറഞ്ഞു. അതാണ് ഫിതനുണ്ടാക്കിയിട്ട് കലക്കുന്ന സ്വഭാവമല്ലാതെ ഒരു സത്യം സത്യമായി അവതരിപ്പിക്കാൻ വരെ ആളുകൾ ഇല്ലാത്ത കാലഘട്ടം. നുണയും പ്രസാദും വിതിരയും പറയാൻ എന്തെല്ലാം ആളുകളുണ്ടാകും.